ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വിൻസ്പയറിന്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് 2024 ഏപ്രിൽ മാസത്തിലെ PSC ബുള്ളറ്റിനിൽ പറഞ്ഞിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, PSC ബുള്ളറ്റിനിൽ പറഞ്ഞിട്ടുള്ള നമുക്ക് എക്സാമിന് വരുമെന്ന് കൂടുതൽ സാധ്യതയുള്ള, കൂടുതൽ പ്രതീക്ഷയുള്ള ചോദ്യങ്ങൾ മാത്രമാണ്, പ്രസ്താവനകൾ മാത്രമാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 2023 സാഹിത്യത്തിനുള്ള സരസ്വതി സമ്മാൻ കവി പ്രഭാവർമ്മയ്ക്ക്. അപ്പോൾ 2023 സാഹിത്യത്തിനുള്ള സരസ്വതി സമ്മാൻ എന്ന അവാർഡ് കിട്ടിയിരിക്കുന്നത് കവിയായിട്ടുള്ള പ്രഭാവർമ്മയ്ക്കാണ്. രൗദ്ര സാത്വികം എന്ന കാവ്യ ആഖ്യായികയ്ക്കാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. 15 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകങ്ങളും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇപ്പോൾ സാഹിത്യ സമ്മാൻ എന്ന പുരസ്കാരം കിട്ടിയിരിക്കുന്നത് പ്രഭാവർമ്മയ്ക്കാണ്. പുരസ്കാരം കിട്ടിയിരിക്കുന്ന കൃതി രൗദ്ര സാത്വികം എന്നതാണ്. 15 ലക്ഷം രൂപയാണ് പ്രതിഫലം. അടുത്തൊരു ചോദ്യം, കുറ്റകൃത്യങ്ങൾക്ക് ശേഷം രാജ്യം വിടുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സംവിധാനമാണ് നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം അഥവാ നഫീസ്. അതിന്റെ ഷോർട്ട് ഫോം ആണ് നഫീസ്. അപ്പോൾ കുറ്റകൃത്യങ്ങൾക്ക് ശേഷം രാജ്യം വിടുന്ന ആളുകളെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ സംവിധാനത്തിന്റെ പേര് പഠിച്ചു വെക്കുക, നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ. ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അടുത്ത ചോദ്യമാണ്, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേര്? ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി. ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന ആത്മകഥ ആരുടേത് എന്ന് ചോദിക്കും. ആരുടേതാണ് എന്ന് ചോദിച്ചാൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടേതാണ് എന്ന് ഓർത്തിരിക്കുക. അടുത്തൊരു ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ സഹകരണത്തോടെ തയ്യാറാക്കുന്ന ലോക സന്തുഷ്ടി റിപ്പോർട്ടിൽ തുടർച്ചയായി 7ാം തവണയും ഫിൻലൻഡ് ഒന്നാമത്. അപ്പൊ ഈ ഒരു ഹാപ്പിനെസ് റിപ്പോർട്ടിൽ 7 വർഷമായിട്ട് ഫിൻലൻഡാണ് ഒന്നാമതായിട്ട് വന്നിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയാണ് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ സഹകരണത്തോടെയാണ് തയ്യാറാക്കുന്നത്. ഇനി 143 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഈ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ 126 കേട്ടോ, 126 ഇന്ത്യയുടെ സ്ഥാനം. അതുകൂടി ഓർത്തിരിക്കുക. അന്താരാഷ്ട്ര നാണയ നിധിയുടെ കണക്ക് പ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യമാണ് ദക്ഷിണ സുഡാൻ. ദക്ഷിണ സുഡാനാണ് ലോകത്തിലെ അതിദരിദ്ര രാജ്യം. അടുത്ത സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫാക്റ്റ് ആണ്. FIH അഥവാ ഫെഡറേഷൻ ഫോർ ഹോക്കിയാണ് കേട്ടോ. അത്ലറ്റിക്സ് കമ്മിറ്റി അംഗമായി ഇന്ത്യൻ ഹോക്കി ഗോൾ കീപ്പർ PR ശ്രീജേഷ് തിരഞ്ഞെടുത്തു. അപ്പോൾ FIH ഫെഡറേഷൻ ഫോർ ഇന്റർനാഷണൽ ഹോക്കി അത്ലറ്റിക്സ് കമ്മിറ്റിയാണ്. അതിൽ അംഗമാകുന്നത് ഇന്ത്യൻ ഹോക്കി ഗോൾ കീപ്പർ PR ശ്രീജേഷ് ആണ്. മികച്ച ഇന്ത്യൻ ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരവും ലഭിച്ചിരിക്കുന്നത് ശ്രീജേഷിനാണ് കേട്ടോ. അത് വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്, ചോദിക്കാൻ അത്ര സാധ്യതയില്ല. തന്നിരിക്കുന്നതിൽ ഏറ്റവും സാധ്യത കുറവുള്ളൊരു പ്രസ്താവനയായിട്ടാണ് അത് തോന്നുന്നത്. അടുത്ത ചോദ്യം, ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയം 75ാം വയസ്സിലേക്ക് കടന്നു. അപ്പൊ ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയം 75ാം വാർഷികം ആഘോഷിച്ചിട്ടുണ്ട് എന്നോർക്കുക. അടുത്തൊരു ഫാക്റ്റ് ആണ്, 1950 ഏപ്രിൽ 1 ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രവർത്തനം ആരംഭിച്ചത്. അപ്പൊ 1950 പ്രവർത്തനം ആരംഭിച്ചു, 2024 75ാം വയസ്സിലേക്ക് കടന്നു എന്നോർക്കുക. അടുത്ത സ്പേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫാക്റ്റ് ആണ്, വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി. അപ്പോൾ വ്യാഴത്തിന്റെ ഒരു ഉപഗ്രഹമാണ് യൂറോപ്പ ലക്ഷ്യമാക്കിയിട്ട് നാസ ഒരു വിക്ഷേപണം നടത്തുന്നുണ്ട്. ആ വിക്ഷേപിക്കുന്ന പേടകത്തിന്റെ പേര് യൂറോപ്പ ക്ലിപ്പർ എന്നാണ്. യൂറോപ്പ ക്ലിപ്പർ ആരാണ് വിക്ഷേപിക്കുന്നത്? നാസയാണ് വിക്ഷേപിക്കുന്നത് എന്നോർക്കുക. അടുത്ത ചോദ്യം, അടുത്ത പ്രസ്താവനയാണ്. ഞാനിങ്ങനെ ചോദ്യം ചോദിക്കുന്ന ഒരു ഫ്ലോയിൽ പറഞ്ഞു പോകുന്നതാണ്. അടുത്ത പ്രസ്താവനയിലേക്ക് വരാം. ഇന്ത്യൻ വംശജനായ പവൻ ദൗലവരി മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായി നിയമിതനായി.
വളരെ പ്രശസ്തമായിട്ടുള്ള കോർപ്പറേറ്റ് കമ്പനികളുടെ മേധാവികളായിട്ട് ഇന്ത്യൻ വംശജർ വരാറുണ്ട്. അപ്പോൾ മൈക്രോസോഫ്റ്റിന്റെ മേധാവിയായിട്ട് വന്നത് ആരാണെന്ന് ചോദിക്കും. ഓർക്കുക, പവൻ ദൗലരി. ഇനി 2024 ആബേൽ പുരസ്കാരം, ആബേൽ ആണ്, നോബൽ അല്ല, ആബേൽ പുരസ്കാരം ഗണിത ശാസ്ത്രജ്ഞനായ മൈക്കൽ തലാഗ്രാൻഡിന് ലഭിച്ചു. മൈക്കൽ തലാഗ്രാൻഡ്. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അപ്പൊ AI സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആരാന്ന് ചോദിക്കും. ദേവികയാണ് കേട്ടോ, ദേവികയാണ് എന്ന് മനസ്സിലാക്കുക. അടുത്തൊരു ഫാക്റ്റിലേക്ക് വരാം. അപ്പൊ അത് പഠിച്ചു വെക്കുക. AI ആയിട്ട് ബന്ധപ്പെട്ട ഫാക്റ്റുകൾ വളരെ പ്രധാനമായിട്ട് പഠിച്ചു വെക്കുക. അടുത്ത മാലിദ്വീപ്, ഇന്ത്യ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസമാണ് ദോസ്തി 16. അപ്പൊ ദോസ്തി 16 എന്ന് പറയുന്നത് ഒരു സംയുക്ത സൈനിക അഭ്യാസമാണ്. മാലിദ്വീപ്, ഇന്ത്യ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾ ചേർന്നാണ് നടത്തിയിട്ടുള്ളത്. ദെൻ പുന്നയൂർകുളം സാഹിത്യ സമിതിയുടെ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം KR മീരയ്ക്കാണ്. ഇനി 2013 ഭൗതിക ശാസ്ത്ര നൊബേൽ ജേതാവും ഹിഗ്സ് ബോസോൺ കണത്തിന്റെ ഉപജ്ഞാതാവുമായിട്ടുള്ള പീറ്റർ ഹിഗ്സ് 2024 മരണപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പഠിച്ചു വെക്കുക. പീറ്റർ ഹിഗ്സിന് നൊബേൽ സമ്മാനം കിട്ടിയത് 2013 2013 നൊബേൽ സമ്മാനം കിട്ടിയിട്ടുള്ളത്. ഏത് കണ്ടെത്തലിലാണ്? ഹിഗ് ബോസോൺ എന്ന കണ്ടെത്തലിലാണ്. ഓക്കെ അല്ലേ? അത് മനസ്സിലാക്കി വെക്കുക. ദെൻ നൊബേൽ സമ്മാനം നമുക്ക് അതാത് വർഷങ്ങളിലാണ് ചോദിക്കാറുള്ളത്. പക്ഷെ ഇങ്ങനത്തെ പ്രശസ്തരായിട്ടുള്ള ആളുകൾ മരണപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ വർഷങ്ങൾ ചിലപ്പോൾ ചോദിക്കാം. അടുത്തത് കോങ്കോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി ജുഡിത്ത് സുമിൻവ ഡുലുക അധികാരമേറ്റു. അപ്പൊ കോങ്കോയിൽ ആദ്യമായിട്ടൊരു വനിതാ പ്രധാനമന്ത്രി വന്നിട്ടുണ്ട്. ജുഡിത്ത് സുമിൻവ ഡുലുക എന്നാണ് പേര്. 32 അംഗരാജ്യങ്ങളുള്ള സൈനിക സഖ്യമായ നാറ്റോ 75ാം വാർഷികം ബ്രസൽസിൽ ആഘോഷിച്ചു. ബ്രസൽസിൽ കേട്ടോ. 32 അംഗരാജ്യങ്ങളുള്ള സൈനിക സഖ്യമായ നാറ്റോ 75ാം വാർഷികമാണ് ആഘോഷിച്ചത്. എത്രാമത്? 75ാമത്. ദെൻ പാരീസ് ഒളിമ്പിക്സിനുള്ള ജൂറി അംഗമായി ജമ്മു കാശ്മീർ സ്വദേശി ബിൽ കീസ്മീർ തെരഞ്ഞെടുക്കപ്പെട്ടു. ബിൽ കീസ്മീർ. അപ്പോൾ ഒളിമ്പിക് ജൂറി ആകുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്നൊരു പ്രത്യേകതയുണ്ട്. പേര് പഠിച്ചു വെക്കുക. ബിൽക്കീസ് മിർ ആണ്. ദെൻ പ്രസ് ഇൻഫോർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറൽ ആയിട്ട് ഷെയ്ഫാലി ബി ശരൺ നിയമിതനായി എന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ അക്വാറ്റിക് സെന്റർ തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് നിലവിൽ വന്നു. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ അക്വാറ്റിക് സെന്റർ തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് നിലവിൽ വന്നത്. ഇനി വിദ്യാർത്ഥികളുടെയും അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളുടെയും വോട്ടർ പട്ടികയിൽ ചേർത്ത രാജ്യത്തെ ആദ്യ ജില്ല കണ്ണൂരാണ്. അപ്പൊ അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർ പട്ടികയിൽ, അതായത് 18 വയസ്സും മറ്റും പൂർത്തിയായ എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ചേർക്കുന്ന ആദ്യത്തെ ജില്ല, രാജ്യത്തിലെ തന്നെ ആദ്യത്തെ ജില്ല കണ്ണൂരാണ്. അത് പഠിച്ചു വെക്കുക. സോ ഡിയർ ഫ്രണ്ട്സ്, കറണ്ട് അഫയേഴ്സിലെ 2024 ഏപ്രിൽ മാസത്തിലെ PSC ബുള്ളറ്റിനിൽ പരാമർശിക്കപ്പെട്ട പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കൂടുതൽ ക്ലാസ്സുകളായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നന്ദി.